ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 ആൻഡ് NMMS. അപ്പോൾ നമ്മൾ NMMSന് ഇനി നമ്മളുടെ മുന്നിലുള്ളത് വെറും കുറച്ച് ദിവസമാണ്. നമ്മൾ December 30th നമ്മൾ എക്സാം വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങേണ്ട സമയം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് മാർക്സ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ് ആൻഡ് വൈ യൂട്യൂബ് ചാനൽ, നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യുക കൃത്യമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ 1 minute 1 mark എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും NMMSനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ യൂട്യൂബ് പോൾസ്, അതുപോലെ തന്നെ വാട്സപ്പ് പോൾസ് ഒക്കെ കിട്ടാനൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വാട്സപ്പിലെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ വീക്കിലും നമുക്ക് എന്തുണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. എല്ലാ സൺഡേയ്സും നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെഗാ മോക്ക് ടെസ്റ്റും ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണോ എക്സാം ചെയ്യുന്നത് അതേപോലെയുള്ള എക്സാംസും നമുക്ക് വരാനുണ്ട്. സോ അതിനൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NMMSന് വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് തന്നുള്ളത്, വെൻ മിൽക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു കേർഡ് ഡ്യൂ ടു, അതായത് പാല് തൈരാകുന്നത് താഴെ പറയുന്നവയിൽ ഏതിനാലാണ് അല്ലെങ്കിൽ ഏത് ഓർഗാനിസം കാരണമാണ് പാല് തൈരാകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാല് തൈരാക്കാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ബാക്ടീരിയ ആണ്. ബാക്ടീരിയയുടെ പേര് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ബാക്ടീരിയയുടെ പേര് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കേട്ടോ. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് എന്തേ അവിടെ വർക്ക് ചെയ്യുന്നത്. സോ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ വേണുണ്ടോ, അതായത് പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ആണ്. സോ ലാക്ടോബാസിലസ് നമുക്ക് ഓപ്ഷനിലുണ്ട്. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇനി സ്യൂഡോമോണാസ് എന്ന് പറയുന്നത് ഡീകമ്പോസർ ആണ്. നമ്മൾ വളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ ഡീകമ്പോസ് ചെയ്യുന്ന, അതായത് ഡെഡ് ഓർ ഡീക്കേയിങ് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. ഇനി ഈക്കോളായി നമ്മൾ നമുക്ക് വയറിനകത്ത് വൈറ്റമിൻ കെ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈക്കോളായി എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഒരുപാട് ഇഷ്യൂസ് വരും. അതുപോലെ തന്നെ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ്. അതും ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കുക. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്, പാലിന് തൈരാക്കുന്നതെന്ന് കൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ലാക്ടോബാസിലസ് അതായത് പാലിലേക്ക് നമ്മൾ കുറച്ച് ലാക്ടോബാസിലസിൻ്റെ അല്ലെങ്കിൽ ലാക്ടോബാസിലസ് കണ്ടെയ്ൻ ആയിട്ടുള്ള കേട് ഇടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പാലിനെ കേടാക്കാൻ പറ്റുന്നതെന്നും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പാലിന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ തൈരാക്കിയിട്ടുണ്ട്. ലേശം എന്ത് ചെയ്യും, നമ്മൾ തൈര് ആഡ് ചെയ്യും. അല്ലെങ്കിൽ ലൈക്ക് നമ്മളൊരു ലെമണോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എസിഡിക് ആയിട്ടുള്ള മീഡിയ നമ്മൾ എന്ത് ചെയ്തു, അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാക്ടോബാസിലസ് എന്ത് ചെയ്യും, വർക്ക് ആവും. ലാക്ടോബാസിലസ് വർക്ക് ചെയ്തിട്ട് ലാക്ടോസ്, അതായത് പാലിലുള്ള ലാക്ടോസിനെയാണ് എന്ത് ചെയ്യുന്നത്, പാലിലുള്ള ലാക്ടോസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലിനാണ് എന്ത് ചെയ്യുന്നത്, അത് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാക്കി മാറ്റുന്നത്. ഓക്കെ, സോ ഈ ഒരു റിയാക്ഷൻ ആണ് ആര് ചെയ്യുന്നത്, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ചെയ്യുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ദ ബാക്ടീരിയ വിച്ച് സീൻ ഓൺ ദ ന്യൂഡ്യൂൾസ് ഓഫ് പൾസസ്, അതായത് പയർവർഗ്ഗത്തിലെ വേരുനൂലുകളിലെ ഗോളങ്ങളിലായി കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? അപ്പോൾ നമ്മൾ സർട്ടൺ ആയിട്ടുള്ള പയർ ചെടികളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേരുകൾ നമുക്ക് കാണാൻ പറ്റും. വേരുകൾ എങ്ങനെയാണെങ്കിൽ വേരുകൾ അവിടെ ഇങ്ങനെ റൗണ്ട് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ നൊഡ്യൂൾസ് എന്ന് പറയുക, അല്ലെങ്കിൽ വേരുനൂലുകൾ എന്ന് വിളിക്കും. അപ്പോൾ ആ നൊഡ്യൂൾസിനകത്ത് അവരെന്തിനാണ് ആ നൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സർട്ടൺ ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാവും. ബാക്ടീരിയ എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുക? ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നത് നൈട്രജൻ എന്ന് പറയുന്ന ഒരാളെ ഫിക്സ് ചെയ്ത് കൊടുക്കും. അതായത് അറ്റ്മോസ്ഫറിക് നൈട്രജന്, അതല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെടികൾക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അത് സോയിലിൽ നിന്ന് തന്നെ അബ്സോർബ് ചെയ്യണം. പക്ഷേ ഈ പയർവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പയർ ചെടികളൊക്കെ വളരുന്ന മണ്ണിൽ എന്തുണ്ടാവില്ല, നൈട്രജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ നൈട്രജൻ്റെ അളവ് കുറവായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് ആ നൈട്രജൻ കിട്ടാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം അല്ലേ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് ആ അറ്റ്മോസ്ഫറിക് നൈട്രജനെ അവർക്ക് യൂസബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ശേഖരിച്ച് കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്.
അത് നമുക്ക് പയർവർഗ്ഗത്തിലുള്ള എല്ലാ ചെടികളിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ പൾസസിൽ നമുക്ക് മെയിൻലി കാണാൻ പറ്റുന്ന ഒരു ബാക്ടീരിയ ആണ് എന്താ, റൈസോബിയ എന്ന് പറയുന്ന. സോ നിങ്ങൾ മനസ്സിലാക്കണം, റൈസോബിയ എന്ന് പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്, അല്ലെങ്കിൽ നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു ബാക്ടീരിയ ആണ് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ ബാക്ടീരിയകൾക്ക് അല്ലെങ്കിൽ ചെടികൾക്ക് പറ്റില്ല. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള റൈസോബിയ എന്ന് പറയുന്നത്. ഇനി അസറ്റോബാക്ടർ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്, അതും ബാക്ടീരിയ ആണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പോണ്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ കുളങ്ങളിലൊക്കെ കാണാൻ പറ്റും. നമുക്ക് ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു ബാക്ടീരിയ ആണെന്ന് മനസ്സിലാക്കുക. ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ തരുന്ന ഒരു ബാക്ടീരിയ കൂടിയാണ് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റൈസോബിയത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈക്ക് നമ്മളെ പൾസസിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചെടികളിലൊക്കെ കാണാൻ പറ്റുന്ന ഇതേപോലെയുള്ള നൊഡ്യൂൾസിനകത്താണ് എന്തുണ്ടാവുക, ബാക്ടീരിയകൾ ഉണ്ടാവുക. ബാക്ടീരിയകൾക്ക് ഫുഡ് കൊടുക്കുന്നത് ആരായിരിക്കും, ചെടിയായിരിക്കും, പയർവർഗ്ഗങ്ങളായിരിക്കും. അതുപോലെ തന്നെ ആ ബാക്ടീരിയ തിരിച്ചെന്ത് ചെയ്യും, നൈട്രജന് കൊടുക്കും. അപ്പോൾ ഈ ഒരു റിലേഷനെ നമ്മൾ വിളിക്കുന്നത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നാണ് കേട്ടോ. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നാണ്. അവർക്ക് രണ്ടു പേർക്കും മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ ബോഡി ഓഫ് ഫംഗൈ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ്. ഫംഗസുകളുടെ ശരീരം നീളമുള്ള നൂൽ പോലുള്ള ഘടനകളാൽ നിർമ്മിച്ചിരിക്കുന്നു, അതിനെ വിളിക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫംഗസ് നോക്കാം. ഇതൊരു മഷ്റൂമിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂണിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂണിൻ്റെ പിക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് കൂണിൻ്റെ ഏറ്റവും മുകളിലുള്ള പാർട്ടാണ് അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി. നമ്മൾ കാണുന്ന പാർട്ട് ഉണ്ടല്ലോ, അതിനെയാണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ അതിന് താഴെ ഉണ്ടാവും ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് കാണാൻ പറ്റും. ആ ബ്രാഞ്ചസിനെ എല്ലാം കൂടി നമ്മൾ വിളിക്കുന്ന പാർട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈസീലിയം എന്ന്. അതുപോലെ തന്നെ ഓരോ ബ്രാഞ്ചിനെയും, ഇങ്ങനെയുള്ള ഓരോ ബ്രാഞ്ചിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഫേ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്കെ, ഏത് ഫംഗസ് ആണെങ്കിലും, ഈസ്റ്റ് ആവട്ടെ മഷ്റൂം ആവട്ടെ, ഏത് ഫംഗസ് ആണെങ്കിലും നമ്മൾ ഈ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേര് ഹൈഫേ എന്നാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്, അതായത് ലോങ് ആയിട്ടുള്ള ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു നാരുകളെ എന്താണ് വിളിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈസിലി പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നൂല് പോലെ കാണുന്ന ത്രെഡ് ലൈക്ക് ആയിട്ടുള്ള ആ ഒരു ഫോമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഹൈഫി എന്നാണ്. സോ ഓപ്ഷൻ ബി ഹൈഫി എന്ന് പറയുന്ന ഓപ്ഷനാണ് എന്താ നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഹൈഫി എന്നാണ് വിളിക്കുക കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഓരോ സ്ട്രക്ചറിനെയും നമ്മൾ വിളിക്കുന്നത് ഹൈഫി എന്നാണ്. അതുപോലെ തന്നെ ആ സ്ട്രക്ചേഴ്സ് എല്ലാം കൂടി ചേരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഇവിടെ മൈസീലിയം, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടുമായിട്ട് ആങ്കർ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചറിനെയാണ് മൈസീലിയം എന്ന് വിളിക്കുക. മുകളിൽ നമ്മൾ കാണുന്ന പാർട്ടിനെയാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് കൂണിൻ്റെ കേസിൽ വിളിക്കുക. ഈസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൈക്രോ ഓർഗാനിസം വിച്ച് പ്രൊഡ്യൂസ് എൻഡോസ്പോർസ് ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, അതായത് പ്രതികൂല സാഹചര്യങ്ങളിൽ എൻഡോസ്പോർ നിർമ്മിക്കുന്ന സൂക്ഷ്മജീവി ഏതാണ്. അപ്പോൾ എൻഡോസ്പോർ എന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം അല്ലേ. എന്താണ് എൻഡോസ്പോർ? എൻഡോസ്പോർ എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയകളുണ്ട്. ചില ബാക്ടീരിയകൾ അവർക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചില ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവർക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗ്രോത്തോ അല്ലെങ്കിൽ അവർക്ക് ലിവ് ചെയ്യാനുള്ള പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരൊരു ചെറിയ റൗണ്ട് അല്ലെങ്കിൽ സ്പെറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയിലുള്ള ചെറിയ ചെറിയ ഗോളങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ സ്മോൾ സ്പെറിക്കൽ ബോഡീസ് ആയിട്ട് മാറും. ആ സ്പെറിക്കൽ ബോഡീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോസ്പോർ എന്ന് വിളിക്കുന്നത് കേട്ടോ. എൻഡോസ്പോർ എന്ന് വിളിക്കുന്നത് ഗോളാകൃതിയിൽ ബാക്ടീരിയകൾ അൺഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ ഗോളാകൃതിയിലാവുന്നതിനാണ് നമ്മളെന്ന് വിളിക്കുക, നമ്മൾ എൻഡോസ്പോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മൈക്രോ ഓർഗാനിസം വിച്ച് പ്രൊഡ്യൂസ് എൻഡോസ്പോർ ഡ്യൂറിങ് അൺഫേവറബിൾ കണ്ടീഷൻ, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ എൻഡോസ്പോർ നിർമ്മിക്കുന്ന സൂക്ഷ്മജീവി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയയുടെ കേസിലാണ് നടക്കുന്നത്. സോ ഓപ്ഷൻ സി ബാക്ടീരിയ ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. എൻഡോസ്പോർ ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. അതുപോലെ തന്നെ പുറമെ സ്പോർസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ എക്സോസ്പോർ എന്നും വിളിക്കും കേട്ടോ. എക്സോസ്പോർ അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോ എന്നൊക്കെ വിളിക്കും. അത് ഫംഗസ് ആണ്, ഫംഗസുകളാണ്. ലൈക്ക് ഈസ്റ്റൊക്കെ ആണ് എന്ത്, ഈസ്റ്റും അതുപോലെ തന്നെ നമ്മളെ ഈസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ഈസ്റ്റ് അല്ലാതെ നമ്മൾ റൈസോപ്പസ് ഒക്കെ ആണ് അതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ. ഇപ്പോൾ സ്പോർസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന റൈസോപ്പസ് ആണ്. വൈറസുകൾക്ക് പ്രതികൂല സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം
ഉണ്ടാവുന്ന സമയത്ത് അവരുടെ പ്രോട്ടീനാണ് അവരുടെ പുറത്തുള്ള ലെയർ ഉണ്ടാവുക. പ്രോട്ടോസോവൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സൂക്ഷ്മജീവികളെയാണ് പ്രോട്ടോസോവൻസ് എന്ന് വിളിക്കുക. അതൊന്നും എൻഡോസ്പോർസ് കാണാൻ പറ്റില്ല. ബാക്ടീരിയയിലാണ് എന്താ എൻഡോസ്പോർസ് കാണാൻ പറ്റാന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. സോ നമുക്ക് ഈസിലി പറയാൻ പറ്റും ഓപ്ഷൻ സി ബാക്ടീരിയ ആണ് എന്താ നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ട്യൂബർകുലോസിസ്, അതായത് ക്ഷയരോഗം അഥവാ ട്യൂബർകുലോസിസിന്റെ കാരണമായിട്ടുള്ള രോഗാണു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ട്യൂബർകുലോസിസ് എന്ന് പറഞ്ഞാൽ ക്ഷയം അല്ലേ, നമുക്ക് കടുത്ത ചുമയും അതുപോലെ തന്നെ കടുത്ത നമുക്ക് കഫം ഒക്കെ വരുന്ന അല്ലെങ്കിൽ കഫ് കാര്യങ്ങളൊക്കെ വരുന്നതിനാണ് നമ്മൾ ക്ഷയരോഗം എന്ന് പറയാം അല്ലെ. നമ്മളുടെ ശരീരം ക്ഷീണിക്കും, അതുപോലെ തന്നെ നമ്മളുടെ ശരീരം മെലിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഈ ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ട്യൂബർകുലോസിസ് TB എന്നൊക്കെയാണ് പറയാം. ഇതൊരു ബാക്ടീരിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത് ഇതിന് കാരണമായിട്ട് വരുന്നത്. ആ ബാക്ടീരിയന്റെ പേര് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഈ പേരിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത് ക്ഷയരോഗം ഉണ്ടാക്കുന്നത്. ഇനി സാൽമണല ടൈഫി എന്ന് പറയുന്നതും എന്താണ് ഒരു ബാക്ടീരിയ ആണ്. അത് ടൈഫോയിഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി ക്ലോസ്ട്രീഡിയം ബോട്ടുലിൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ്. മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് പറയുന്നത് നമുക്ക് വിറയൽ പനിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്താ മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ട്യൂബർകുലോസിസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെന്ന് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഹു ഇൻവെന്റഡ് പാസ്ചറൈസേഷൻ, അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ ആരാണ് കണ്ടുപിടിച്ചത്? പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? പാലിനെ കേടുവരാതെ ഒരുപാട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും വെക്കാനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുക. അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 70 ഡിഗ്രി ചൂടിലേക്ക് പെട്ടെന്ന് തന്നെ പാലിനെ ചൂടാക്കും. എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും, ഒരു 15 സെക്കൻഡ് അല്ലേ, ഒരു 15 സെക്കൻഡിൻ്റെ ഉള്ളിൽ ഒരു എന്ത് ചെയ്യും, ആ 70 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തിരിച്ചെന്ത് ചെയ്യും, ഒരു കോൾഡ് ഒരു 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് എന്ത് ചെയ്യും കൊണ്ടുവരും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാസ്ചറൈസേഷൻ വിളിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, 70 ഡിഗ്രി ഒക്കെ എത്തുന്ന സമയത്ത് നമ്മൾ പാലിൽ ഉണ്ടാവുന്ന ബാക്ടീരിയ ഉണ്ടാവില്ലേ, ബാക്ടീരിയ എന്താവും, പെട്ടെന്ന് തന്നെ അവർ ചത്തുപോകും. ഇനി 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്യൂരിഫൈ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ ആ ഒരു ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടു. അതായത് 4 ഡിഗ്രി സെൽഷ്യസിലൊന്നും ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് എത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, അവർ കുറേ ആൾക്കാർ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പാലിനെ ശേഖരിച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാലം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. അത് ആ ഒരു മെത്തേഡിനാണ് പാസ്ചറൈസേഷൻ എന്ന് വിളിക്കുക. പാസ്ചറൈസേഷൻ ഈ പേര് വന്നത് തന്നെ ആ സയൻറ്റിസ്റ്റിൻ്റെ നെയിമിൽ നിന്നാണ്. സയൻറ്റിസ്റ്റിൻ്റെ നെയിം എന്താണ്, ലൂയി പാസ്റ്റർ എന്നാണ്. സോ ഓപ്ഷൻ സി ലൂയി പാസ്റ്റർ ആണ് എന്ത് പാസ്ചറൈസേഷൻ എന്ന് പറയാം, പാലിനെ ഇങ്ങനെ ശേഖരിച്ച് വെക്കാനുള്ള മെത്തേഡ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാൻ പറ്റും ലൂയി പാസ്റ്റർ ആണ്. ലൂയി പാസ്റ്റർ എന്താണ് ചെയ്തിട്ടുള്ളത്, പാല് കേടുവരാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് പാസ്ചറൈസേഷൻ. 70 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 സെക്കൻഡ് വരെ പാൽ ചൂടാക്കിയ ശേഷം 10 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഈ താപവ്യതിയാനം മൂലം പാലിലെ സൂക്ഷ്മജീവികളുടെ കോശസ്തരം പൊട്ടുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഈ രീതി ആവിഷ്കരിച്ചത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഈ രീതിക്ക് പാസ്ചറൈസേഷൻ എന്ന പേര് ലഭിച്ചത്. വൈൻ, പഴച്ചാറുകൾ എന്നിവയും പാസ്ചറൈസേഷൻ നടത്തി കാണാറുണ്ട്, അത് സൂക്ഷിക്കാറുണ്ട്. പാസ്ചറൈസേഷൻ ഈസ് എ മെത്തേഡ് ടു പ്രിവെന്റ് സ്പോയിലേജ് ഓഫ് മിൽക്ക്. Heat milk to 70 degrees Celsius for 30 seconds and cool it to 10 degrees Celsius immediately. This sudden temperature difference lead to the rupturing of cell membrane. അതായത് കോശസ്തരം പൊട്ടാൻ കാരണമാവുന്നു. And of the microorganism as the result they get destroyed. This process was invented by a French scientist Louis Pasteur. Hence this process is named as pasteurization. Wine and fruit juices are also പ്രിസർവ്ഡ് ബൈ പാസ്ചറൈസേഷൻ. അപ്പം നമ്മൾ കുടിക്കുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പാസ്ചറൈസേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം ലൂയി പാസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് സയൻറ്റിസ്റ്റിൻ്റെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പാസ്ചറൈസേഷൻ മെത്തേഡിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, സോ ഈ കാര്യം എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് തരം ബാക്ടീരിയകളുണ്ട്. നമ്മൾ ലോകത്ത് ഒരുപാട് തരം സൂക്ഷ്മജീവികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അതിൽ തന്നെ ഈ ഒരു സ്പെറിക്കൽ അല്ലെങ്കിൽ ഗോളാകൃതിയിൽ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ കോക്കൈ എന്ന് വിളിക്കാം. ഓക്കെ, കോക്കൈ അല്ലെങ്കിൽ കോക്കസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ദണ്ടിൻ്റെ രൂപത്തിൽ, ഒരു വടിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ദണ്ടിൻ്റെ രൂപത്തിൽ കാണുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കാം,
റോഡ് ഷേപ്ഡ് എന്ന് വിളിക്കുക. ഇനി സ്പൈറൽ അല്ലെങ്കിൽ ഈ ഒരു തരത്തിലാണ് അതിൻ്റെ ഷേപ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഷേപ്പ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്പൈറൽ എന്നാണ് വിളിക്കുക. സ്പൈറൽ ആകൃതിയിലാണ് ആ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഷേപ്പിനനുസരിച്ച് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ബാക്ടീരിയകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഷേപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കോക്കസ് അല്ലെങ്കിൽ കോക്കൈ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഫൈലോകോക്കൈ എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തോടെ ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഗോളാകൃതിയിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുക. ഇനി സ്ട്രെപ്റ്റോകോക്കൈ ഉണ്ട്. സ്ട്രെപ്റ്റോകോക്കൈ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേർന്നിട്ട്, അതായത് രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് ഓരോ കൂട്ടങ്ങളായിട്ട് മാറിയിട്ടുള്ളതിനാണ് നമ്മൾ സ്ട്രെപ്റ്റോകോക്കൈ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഡിപ്ലോകോക്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഒരു ഗ്രൂപ്പായിട്ട് കാണാൻ പറ്റും. അതിനാണ് ഡിപ്ലോകോക്കൈ എന്ന് പറയുക. അതിന് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെഫൈലോകോക്കസ് ഓറീസ് കൊടുത്തിട്ടുണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് പിയോജീൻസ് കൊടുത്തിട്ടുണ്ട്, നെസറിയ ഗൊണേറിയ കൊടുത്തിട്ടുണ്ട് ഡിപ്ലോകോക്കൈ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് റോഡ് ഷേപ്പിലുള്ള ആൾക്കാരെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബാസില്ലൈ. ഇപ്പം നമ്മൾ ലാക്ടോബാസിലസ് പറഞ്ഞല്ലോ അല്ലേ. ലാക്ടോബാസിലസ് വരുന്നത് ബാസില്ലൈ എന്ന് പറയുന്ന രൂപത്തിലാണ്. കാരണം ഒരു ദണ്ട് പോലെയാണ് കാണാൻ പറ്റുക. അത് ഓരോന്നും ഓരോ ദണ്ടുകൾ പോലെയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ ബാസില്ലൈ എന്ന് വിളിക്കുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, നമ്മൾ നേരത്തെ ട്യൂബർകുലോസിസ് അല്ലെങ്കിൽ ക്ഷയരോഗത്തിന് കാരണമാകുന്ന ആ ഒരു ബാക്ടീരിയ എന്താണ്, ബാസില്ലൈ രൂപത്തിലാണുള്ളത്. ഇനി സ്ട്രെപ്റ്റോബാസില്ലൈ ഉണ്ട്. സ്ട്രെപ്റ്റോബാസില്ലൈ എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരു ചെയിൻ പോലെ. സ്ട്രെപ്റ്റോ എന്ന് പറഞ്ഞാൽ ചെയിനാണ്. അപ്പം ചെയിൻ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ആകൃതിയിൽ കാണുന്നതിനാണ് നമ്മൾ സ്ട്രെപ്റ്റോബാസില്ലൈ എന്ന് പറയുക. ഇനി കോക്കോബാസില്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഗോളാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഗോളല്ല, എന്നാൽ റോഡാണോ ചോദിച്ചു കഴിഞ്ഞാൽ റോഡുമല്ല. അങ്ങനെ കാണുന്നതിനാണ് നമ്മൾ കോക്കോ ബാസില്ലൈ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രെപ്റ്റോബാസില്ലൈക്ക് എക്സാമ്പിൾ ആണ് നമ്മളെ ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്നത്. അപ്പം ആന്ത്രാക്സ് എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത് ബാസിലസ് ആന്ത്രാസിസ് ആണ്. അതുപോലെ തന്നെ കോക്കോ ബാസില്ലൈ യെർസിനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അതിന് ആ ഒരു ബാക്ടീരിയ ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈറൽ ഷേപ്പിൽ വരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ വിബ്രിയോ കോളറൈ, അതായത് കോളറ എന്ന് പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. അത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക. അതായത് ഇങ്ങനെയുള്ള ഒരു ഭാഗം ഉണ്ടാവും, അതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു സ്പൈറൽ ഷേപ്പ് കാണാൻ പറ്റും. അതാണ് വിബ്രിയോ കോളറയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി സ്പൈറില്ല എന്ന് പറയുന്ന ഒരു ആളുണ്ട്, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ഒരു ആളാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സ്പൈറോകേറ്റ്സ് എന്ന് പറയുന്ന ആളുണ്ട്, ട്രിപ്പോണിമ പലീഡം. ഇത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസിന് കാരണക്കാരായിരുന്ന ഒരു ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങളും ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള ബാക്ടീരിയകളെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പുകൾ അനുസരിച്ചാണ്. ഗോളത്തിനെ പോലെയാണെങ്കിൽ കോക്കൈ എന്ന് വിളിക്കും. അതുപോലെ തന്നെ ദണ്ടിൻ്റെ ഷേപ്പിലാണെങ്കിൽ റോഡ്സ് എന്ന് വിളിക്കും. ഇനി നമുക്ക് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പൈറൽ എന്ന് വിളിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ കുറച്ച് ബാക്ടീരിയനെ കുറിച്ച് പഠിച്ചല്ലോ. ബാക്ടീരിയനെ കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത്. ബാസിലസ് ഇസ് എ ടൈപ്പ് ഓഫ്. ബാസിലസ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലുള്ളതാണ്, അതായത് ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, വൈറസ് ആണോ, പ്രോട്ടോസോവയാണോ? ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഓർ പ്രോട്ടോസോവ, ഏതിലാണ് ബാസിലസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാസിലസ് എന്ന് പറയുന്ന ആൾ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാസിലസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾ എന്താ, നിന്റെ റൈറ്റ് ആൻസർ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടുമായിട്ട് നമുക്ക് ഈസി ആയിട്ട്, അതായത് ഡിസീസ് കോസ് ചെയ്യുന്ന ഏജൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട്, നിങ്ങൾ USSന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും, എന്നാൽ പോലും നമ്മൾ NMMSന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ട് ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഏജൻസിനെ കുറിച്ച് അല്ലെങ്കിൽ പാത്തജൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സൂക്ഷ്മജീവികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിലി നമുക്ക് ഈ ഒരു പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള പഠനം കാര്യങ്ങളും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ അവിടെ കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടി ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓരോ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.